നമസ്കാരം. KSR ക്ലാസ്സുകളുടെ 11ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജോയിനിങ് ടൈം എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് പറയുന്നത്. അതായത് when an officer is transferred during ലീവിലുള്ള ഒരു ഓഫീസറെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജോയിനിങ് ടൈം കണക്കാക്കുന്നത്? അത് രണ്ട് വിധത്തിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞു, വെൻ ഓഫീസർ ഈസ് ട്രാൻസ്ഫേർഡ് ഡ്യൂറിങ് ഏൺ ലീവിലുള്ള ഒരു ഓഫീസറെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഹിസ് ജോയിനിങ് ടൈം വിൽ സ്റ്റാർട്ട്സ് ഓൺലി ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ഹിസ് ഏൺ ലീവ്. എന്നാണോ ഏൺ ലീവ് അവസാനിക്കുന്നത് അന്ന് തൊട്ടാണ് അദ്ദേഹത്തിൻ്റെ ജോയിനിങ് ടൈം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ജോയിനിങ് ടൈം, ഇപ്പോൾ ഒരു ഓഫീസർ ട്രാൻസ്ഫർ ആയത് അദ്ദേഹം ഏൺ ലീവ് ഇരിക്കുന്ന സമയത്തായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഏൺ ലീവ് ഇരിക്കുന്ന സമയത്ത് ഒരു ഓഫീസർ ട്രാൻസ്ഫർ ആയാൽ അദ്ദേഹം റിലീവ്ഡ് ആവില്ല എന്ന് കരുതരുത്. നമ്മൾ റിക്വസ്റ്റ് കൊടുത്തില്ലെങ്കിലും ട്രാൻസ്ഫർ ഉള്ള ഒരു ഓഫീസറെ റിലീവ് ചെയ്യിക്കാൻ ഹെഡ് ഓഫ് ദ ഓഫീസർക്ക് അധികാരമുണ്ട്. 2-3 കാരണങ്ങൾ കൊണ്ട് നമ്മൾ റിലീവ്ഡ് ആകപ്പെടാം. നമ്മൾ ട്രാൻസ്ഫർ ആയി, നമ്മൾ പക്ഷേ ലീവിലാണ്, പക്ഷെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് അവിടെ വന്ന് ജോയിൻ ചെയ്തു. പകരം ഒരാളെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ വന്ന് ജോയിൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിലീവ്ഡ് ആണ്. നമ്മൾ റിക്വസ്റ്റ് ഒന്നും വേണ്ട, നമ്മൾ റിലീവ്ഡ് ആയി. അതേപോലെ തന്നെ ഇപ്പൊ ഹെഡ് ഓഫ് ദ ഓഫീസർ കരുതുകയാണ് റിക്വസ്റ്റ് ഇല്ലാതെ തന്നെ നിങ്ങളെ റിലീവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളെ റിലീവ് ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കാം. അപ്പോൾ ആ ദിവസം തൊട്ട് നിങ്ങൾ റിലീവ്ഡ് ആയി. അപ്പോൾ റിലീവ്ഡ് ആയാൽ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഡേ തൊട്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ ജോയിനിങ് ടൈം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് പ്രിപ്പറേറ്ററി ടൈം സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മളെ ജേർണി ടൈം സ്റ്റാർട്ട് ചെയ്തു. അതിനിടയ്ക്ക് സൺഡേസോ ഹോളിഡേസോ ഉണ്ടെങ്കിൽ അതൊക്കെ കണക്കാക്കിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഡേറ്റ് വരും. ഈ ജോയിൻ ചെയ്യുന്ന ഡേറ്റും ഒരു പക്ഷേ നമ്മൾ ലീവിൽ തന്നെയായിരിക്കും. നമ്മൾ ലോങ് ലീവാണ്, 7-8 ദിവസം നമുക്ക് ജോയിൻ ടൈം കിട്ടി. ഈ 8 ദിവസം നമ്മൾ ലീവിലാണ്. 9ാം ദിവസം അതും നമ്മൾ ലീവിലാണ്. പക്ഷെ അത് ഏൺ ലീവിലാണെങ്കിൽ ഇങ്ങനെ ഒന്നും അല്ലാതെ കണക്കാക്കുക. ഏൺ ലീവിലാണെങ്കിൽ നിങ്ങൾ എന്ന് തന്നെ ലീവിലിരിക്കുന്ന ഏത് ദിവസം നിങ്ങൾ റിലീവ് ചെയ്യപ്പെട്ടാലും നിങ്ങളുടെ ജോയിനിങ് ടൈം അവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. അതെന്നാ സ്റ്റാർട്ട് ചെയ്യുക? നിങ്ങളുടെ ഏൺ ലീവ് അവസാനിക്കുന്ന ദിവസം. ഏൺ ലീവ് ഇന്ന് അവസാനിച്ചു, അപ്പോൾ നാളെ തൊട്ട് നിങ്ങളുടെ ജോയിനിങ് ടൈം സ്റ്റാർട്ട് ചെയ്യും. അതുവരെ ജോയിനിങ് ടൈം അവിടെ അനങ്ങില്ല. നിങ്ങളെ റിലീവ് ചെയ്തത് ഒരു 10 ദിവസം മുന്നേ ആയിരിക്കും. നിങ്ങൾക്ക് ടോട്ടൽ അനുവദിച്ചു തരാവുന്ന ജോയിനിങ് ടൈം, പ്രിപ്പറേറ്ററി ടൈമും ജേർണി ടൈമും എല്ലാം കൂടി കൂട്ടിയിട്ട് 10 ദിവസമാവും അല്ലെങ്കിൽ 8 ദിവസമാവും നിങ്ങൾക്ക് അനുവദിക്കാൻ പോകുന്നത്. പക്ഷെ ആ ദിവസങ്ങൾ ആരംഭിക്കുന്നത് നിങ്ങളുടെ ലീവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ന് നിങ്ങളുടെ ലീവ് കഴിഞ്ഞാൽ tomorrow will be the first day of your preparatory time, and like it goes for 6 days. എങ്ങനെ? ആഫ്റ്റർ കൺസിഡറിങ് ദ സൺഡേസ് ആൻഡ് അതർ ദോസ് 5 ഹോളിഡേസ് എല്ലാം കണക്കാക്കി എത്ര ദിവസം മുന്നോട്ട് പോവാം അത് പോവും. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസ്റ്റൻസ് ദാറ്റ് യു ഹാവ് ടു ട്രാവൽ ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മോഡ് ഓഫ് കൺവേയൻസ് ദാറ്റ് യു ഹാവ് ടു ടേക്ക്, യുവർ ദിസ് ജേർണി ടൈം വിൽ ആൾസോ ബി കാൽക്കുലേറ്റഡ്. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം നിങ്ങൾക്ക് പുതിയ സ്റ്റേഷനിൽ ജോയിൻ ചെയ്താൽ മതി. മാക്സിമം ജോയിനിങ് ടൈമും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ദിവസം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ല. എന്ന് എങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ അണ്ടർ ഏൺ ലീവിലാണെങ്കിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഏൺ ലീവ് ഒരു കാര്യം കൂടി അത് പറയാണ്ട്. ഏൺ ലീവിലാണ്, നാളെ തൊട്ട്, ഇന്ന് ഏൺ ലീവ് അവസാനിച്ചു, നാളെ തൊട്ട് നിങ്ങളുടെ ജോയിനിങ് ടൈം സ്റ്റാർട്ട് ചെയ്തു. 8 ദിവസം ജോയിനിങ് ടൈം ആക്ച്വലി നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ നിങ്ങൾ എടുക്കുന്നില്ല. നിങ്ങൾ 1-2 ദിവസം ജോയിനിങ് ടൈം എടുത്തു. എന്നിട്ട് ഉദാഹരണത്തിന് 2 ദിവസം നിങ്ങൾ ജോയിൻ ടൈം എടുത്തു. 3rd ഡേ നിങ്ങൾ പുതിയ സ്റ്റേഷനിൽ പോയി ജോയിൻ ചെയ്തു. ആക്ച്വലി ദ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ജോയിൻ ടൈം ദാറ്റ് ക്യാൻ ബി ഗിവൺ ടു യു ഈസ് 8 days, ബട്ട് യു ടുക്ക് ഓൺലി 2 days ആസ് യുവർ ജോയിനിങ് ടൈം. അങ്ങനെയാവുമ്പോൾ the remaining number of joining time
വിൽ ബി ക്രെഡിറ്റഡ് ടു യുവർ ഏൺ ലീവ് അക്കൗണ്ട്. നിങ്ങളുടെ ഏൺ ലീവ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അതായത് ഇവിടെ 8 ദിവസം ഉണ്ടായിരുന്നു, 2 ദിവസം നിങ്ങൾ എടുത്തുള്ളൂ, ബാക്കി 6 ദിവസമുണ്ട്. ആ 6 ദിവസം എവിടെ ക്രെഡിറ്റ് ആയി? നിങ്ങളുടെ ഏൺ ലീവ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. ഏൺ ലീവിന്റെ ആ മുന്നത്തെ ബാലൻസ് എന്തായിരുന്നോ അതിനോട് കൂടി 6 ദിവസവും കൂടി ചേർത്തു. അതാണ് ഏൺ ലീവിലിരിക്കുന്ന ഒരു ഓഫീസർ ട്രാൻസ്ഫർ ആവുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏൺ ലീവിലിരിക്കുന്ന ഒരു ഓഫീസറെ ട്രാൻസ്ഫർ ആക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ റിലീവ് ചെയ്യുന്നതിന് നെക്സ്റ്റ് ഡേ തൊട്ട് അദ്ദേഹം ജോയിനിങ് ടൈമിൽ പ്രവേശിക്കില്ല. എപ്പോഴാണ് പ്രവേശിക്കുക? ഏൺ ലീവ് കഴിഞ്ഞിട്ടേ പ്രവേശിക്കുള്ളൂ. എത്ര ദിവസമാണോ അദ്ദേഹത്തിന് നിയമപ്രകാരം കൊടുക്കാവുന്ന ജോയിനിങ് ടൈം, അതിൽ നിന്ന് അദ്ദേഹം എത്ര ദിവസം ജോയിനിങ് ടൈമായി എടുത്തോ കഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ ഏൺ ലീവ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടും. അതാണ് ഏൺ ലീവില്. പക്ഷെ അതേസമയം മറ്റ് തരത്തിൽപ്പെട്ട ലീവുകളാണെങ്കിൽ ഇങ്ങനെയല്ല. ഇപ്പോ ഹാഫ് പേ ലീവിലാണ്, അല്ലെങ്കിൽ കമ്മ്യൂട്ടഡ് ലീവിലാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നാണോ നിങ്ങൾ റിലീവ്ഡ് ആയത്, ഫ്രം ദ വെരി നെക്സ്റ്റ് ഡേ യുവർ ജോയിനിങ് ടൈം വിൽ സ്റ്റാർട്ട്. നിങ്ങളുടെ ലീവും നിങ്ങളുടെ ജോയിനിങ് ടൈമും ഒരേപോലെ ട്രാവൽ ചെയ്യും. അങ്ങനെ ട്രാവൽ ചെയ്ത് നിങ്ങൾ ലീവ് തീരാൻ ഇനി 6 ദിവസമേ ബാക്കിയുള്ളൂ, നിങ്ങൾക്ക് ജോയിനിങ് ടൈം 8 ദിവസം ഉണ്ടെങ്കിൽ ലീവ് തീർന്നിട്ട് 2 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ പോയി ജോയിൻ ചെയ്യണം. അതല്ല, നിങ്ങളുടെ ലീവ് തീരാൻ ഇനി 10 ദിവസം ഉണ്ട്, നിങ്ങൾക്ക് അലോട്ട് ചെയ്ത ജോയിനിങ് ടൈം ഇനി 8 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ 8 ദിവസവും ഈ ലീവിനോടൊപ്പം ട്രാവൽ ചെയ്യും. അങ്ങനെ ആ 8 ദിവസവും ഈ ലീവിൽ അങ്ങോട്ട് ലയിച്ച് ചേരും. എന്നിട്ട് ലീവ് കഴിഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ഒരു ദിവസം പോലും എന്തായിട്ട് ലഭിക്കില്ല? ജോയിനിങ് ടൈമായിട്ട് ലഭിക്കില്ല. അതേസമയം ലീവ് തീരാൻ ഇനി 2-4 ദിവസമേ ഉള്ളൂ, അതിന്റെ 3 ദിവസം മുന്നേ നിങ്ങൾ റിലീവ് ചെയ്തെങ്കിൽ ജോയിനിങ് ടൈമിൽ 3 ദിവസമേ നിങ്ങൾക്ക് പോവുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി ദിവസങ്ങൾ നിങ്ങൾക്ക് ജോയിൻ ടൈം ആയിരിക്കും. അതായത് നോ സെപ്പറേറ്റ് ജോയിനിങ് ടൈം വെൻ ആൻ ഓഫീസർ ഈസ് അണ്ടർ ലീവ് അതർ ദാൻ ഏൺ ലീവ്. ഏൺ ലീവിലല്ലാത്ത ഏത് ലീവ് എടുത്താലും റിലീവ് ചെയ്യപ്പെട്ട ഒരു ഓഫീസർക്ക് ജോയിനിങ് ടൈം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കില്ല. അത് ലീവിനോടൊപ്പം തന്നെ പോയിക്കൊണ്ടിരിക്കും. ജോയിൻ ടൈം ആണോ ആദ്യം കഴിഞ്ഞത്, അപ്പൊ ലീവ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ പോയി ജോയിൻ ചെയ്യണം. ലീവാണ് ആദ്യം കഴിഞ്ഞത്, അപ്പൊ ജോയിൻ ടൈം എന്ന് കഴിഞ്ഞു, അതിന്റെ അടുത്ത ദിവസം പോയി പുതിയ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യണം. അതാണ് ലീവിലിരിക്കുന്ന ഓഫീസേഴ്സ് റിലീവ് ചെയ്താൽ അവർ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്നുമല്ല, ഓവർ സ്റ്റെയർ ഓഫ് ജോയിനിങ് ടൈം എന്നൊരു സംഭവം പഠിക്കണം. ഇതിനൊക്കെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് ഒരുപാട് വരും. ജോയിനിങ് ടൈം ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ കൂടുതൽ പേർക്ക് സംശയങ്ങൾ ഉണ്ടാവുന്നത്. കാരണം ജോയിനിങ് ടൈം നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ എൻജോയ് ചെയ്യുന്നതും നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകളുടെ പരിമിതി നമുക്ക് പലപ്പോഴും കൃത്യമായ നമ്പർ ഓഫ് ജോയിനിങ് ടൈം എടുക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. പേടി, അത് കഴിഞ്ഞാൽ സർവീസ് ബ്രേക്ക് വരുമോ, അധികമാവുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭയം ഈ ജോയിനിങ് ടൈം എടുക്കുന്നതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കാറുണ്ട്. കൃത്യമായിട്ട് നിയമങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിലീവ് ചെയ്യുന്നത് തന്നെ എത്ര ദിവസം നമുക്ക് മാക്സിമം ജോയിനിങ് ടൈം കിട്ടും എന്ന് നോക്കിയിട്ട് അതിന് കൺവീനിയന്റ് ആയ ഒരു ദിവസത്തിലായിരിക്കണം നമ്മൾ യഥാർത്ഥത്തിൽ റിലീവ് ചെയ്യുന്നത് തന്നെ. അങ്ങനെയാണ് നമ്മൾ റിലീവ് ചെയ്യേണ്ടത് ശരിക്കും. പക്ഷെ ചില പ്രത്യേക കോണ്ടസ്റ്റില്, അതായത് നമ്മൾ വളരെ ആഗ്രഹിച്ച്, നമ്മൾ അത്രയും അത്യാവശ്യമായിട്ട് നമ്മൾ ആഗ്രഹിച്ച് ലഭിച്ച ഒരു ട്രാൻസ്ഫർ ആണെങ്കിൽ അവിടെ നമ്മൾ ജോയിൻ ടൈമിനെ പറ്റി ചിന്തിക്കുകയില്ല. ട്രാൻസ്ഫർ ഓർഡർ സൈറ്റിൽ പബ്ലിഷ് ചെയ്താൽ ദ വെരി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അന്ന് തന്നെ നമ്മുടെ ഓഫീസിൽ നമ്മൾ റിലീവിംഗ് ഓർഡർ വാങ്ങി നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മൾ പുതിയ സ്റ്റേഷനിൽ എത്തും. കാരണം ഈ ട്രാൻസ്ഫർ ഓർഡറൊക്കെ എപ്പോൾ വേണമെങ്കിൽ അത് ഓൾട്ടർ ചെയ്യാം. ഒരു ഉത്തരവ് എത്തു, പാർഷ്യൽ മോഡിഫിക്കേഷൻ എന്ന് വേണ്ടി നിങ്ങളുടെ പേരോട് മാറ്റി അവിടെ വേറെ ആളുടെ പേരിടാം.
അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്രയും ആഗ്രഹിച്ച ആ സ്റ്റേഷനിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ജോയിനിങ് ടൈമിനെ കുറിച്ച് ചിന്തിക്കില്ല. അത് പ്രാക്ടിക്കൽ വേ ആണ്. ജോയിനിങ് ടൈമിനെ കുറിച്ച് ചിന്തിക്കില്ല. നമ്മൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് റിലീവ് ചെയ്യും, എത്രയും പെട്ടെന്ന് പുതിയ സ്റ്റേഷനിൽ പോയി ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾട്ടർ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ പറ്റില്ല. ആ ഓർഡർ ഇംപ്ലിമെന്റഡ് ആയി, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം നിങ്ങൾ ജോയിനിങ് ടൈം എടുത്തു, 4 ദിവസം ജോയിൻ ടൈം എടുത്തു. അങ്ങനെ 4 ദിവസം ജോയിൻ ടൈം എടുത്തു. ജോയിനിങ് ടൈമിൽ ഇരിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? അതിൻ്റെ ഒരു പാർഷ്യൽ മോഡിഫിക്കേഷൻ വരുന്നത്. ആ ട്രാൻസ്ഫർ ഓർഡറിൻ്റെ ഒരു പാർഷ്യൽ മോഡിഫിക്കേഷൻ. ഇൻസ്റ്റെഡ് ഓഫ് പോസ്റ്റിംഗ് അറ്റ് കോഴിക്കോട്, യു ആർ ഡയറക്റ്റഡ് ടു റിപ്പോർട്ട് അറ്റ് കണ്ണൂർ ഓർ കാസർഗോഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മോഡിഫിക്കേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ കണ്ണൂർ കോഴിക്കോട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നതായിരിക്കും. അപ്പൊ റിലീവ് ചെയ്ത് 4 ദിവസം ജോയിൻ ടൈം എടുത്ത് കോഴിക്കോട് പോയി ജോയിൻ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അതിന്റെ പാർഷ്യൽ മോഡിഫിക്കേഷൻ ആയിട്ട് ആ ട്രാൻസ്ഫർ ഓർഡർ മോഡിഫൈ ചെയ്ത് നിങ്ങളെ കോഴിക്കോടിന് പകരം കണ്ണൂരാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള അബദ്ധങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സ്റ്റേഷനാണ്, നമുക്ക് ആവശ്യമുള്ള സ്റ്റേഷനാണ് എന്നുണ്ടെങ്കിൽ റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പുതിയ സ്റ്റേഷനിൽ പോയി ജോയിൻ ചെയ്യൽ തന്നെയാണ് അഭിലഷണീയം. അതല്ല, നമുക്ക് ജോയിൻ ടൈം എടുക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല ഉണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് വേണം റിലീവ് ചെയ്യാൻ. ഇപ്പൊ ഇതൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. എങ്ങനെ? when an officer is transferred to a station A, but before joining at the station A, the officer is directed to report at another station C. അങ്ങനെയാവുമ്പോൾ what is the total number of joining time, or what is the additional number of days of joining time that he can take എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. An officer is transferred from Thiruvananthapuram to Palakkad. Before joining at Palakkad, that officer is directed to report at Kollam. What is the additional number of days of joining time that the officer can take എന്നൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്തു എവിടേക്ക്? പാലക്കാട്ടേക്ക്. പാലക്കാട് ജോയിൻ ചെയ്യുന്നതിന്റെ മുന്നേ തിരുവനന്തപുരത്ത് നിന്ന് റിലീവ് ചെയ്തു, ജോയിൻ ടൈം എൻജോയ് ചെയ്ത് വീട്ടിലിരിക്കുകയാണ്, പാലക്കാട് ജോയിൻ ചെയ്തിട്ടില്ല. അതിന് മുന്നേ ആയിട്ട് ബിഫോർ ജോയിനിങ് അറ്റ് ദ സ്റ്റേഷൻ, അറ്റ് ദ ന്യൂ സ്റ്റേഷൻ, ഹി ഈസ് റീഡയറക്റ്റഡ് ടു ജോയിൻ അറ്റ് കൊല്ലം. കൊല്ലത്ത് പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അയാൾക്ക് അഡീഷണൽ ആയിട്ട് എത്ര ദിവസം കിട്ടും? ഓപ്ഷൻസ്: an additional preparatory days of 6, additional journey time from Palakkad to Kollam, additional journey time from Thiruvananthapuram to Kollam, additional preparatory time plus journey time. ഇങ്ങനെയൊക്കെ നമ്മുടെ ഓപ്ഷൻ വന്നിരുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന എന്താ? ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? ജേർണി ടൈം ഫ്രം ദ സ്റ്റേഷൻ എ ടു ബി. എ ടു ബി എന്ന് പറഞ്ഞാൽ ഈ കോൺടെക്സ്റ്റില് പാലക്കാട് ടു കൊല്ലം. ആദ്യം പോസ്റ്റ് ചെയ്ത് എങ്ങോട്ടാണോ അവിടെ നിന്ന് രണ്ടാമത് പോസ്റ്റ് ചെയ്ത് എങ്ങോട്ടാണോ അവിടം വരെ യാത്ര ചെയ്യാൻ എന്താണോ ജേർണി ടൈം ആയിട്ട് നൽകേണ്ടത് അത് മാത്രമാണ് അദ്ദേഹത്തിന് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്ന ജോയിനിങ് ടൈം. മറ്റതൊക്കെ പഴയ പോലെ തന്നെ 6 days ഓഫ് പ്രിപ്പറേറ്ററി ടൈം ആൻഡ് ദ ജേർണി ടൈം ഫ്രം തിരുവനന്തപുരം ടു പാലക്കാട് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് വെച്ചിട്ടുണ്ടാവും. അത് കൂടാതെ പിന്നെ ലഭിക്കുന്നത് ജേർണി ടൈം ഫ്രം പാലക്കാട് ടു കൊല്ലം. ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഫ്രം സ്റ്റേഷൻ എ ടു ബി. എ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ട്രാൻസ്ഫർ സ്റ്റേഷൻ. ബി എന്ന് പറഞ്ഞാൽ എന്താ? ആ ട്രാൻസ്ഫറിന്റെ മോഡിഫിക്കേഷനിലൂടെ ഇവിടെ എ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുന്നതിന്റെ മുന്നേ മോഡിഫൈ ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞ സ്റ്റേഷനാണ് സ്റ്റേഷൻ ബി. അഡീഷണൽ കിട്ടുന്ന ജോയിനിങ് ടൈം എന്താണ്? ജേർണി ടൈം ഫ്രം സ്റ്റേഷൻ എ ടു ബി. അത് ഇതിൽ ഓർത്തു വയ്ക്കേണ്ട. അതൊന്നും ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം എന്നുള്ളതൊക്കെ. അപ്പോൾ അതാണ് നോർമലി ജോയിനിങ് ടൈമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു ഒരു കാര്യം കൂടി ഇപ്പോഴും പറയാണ്. മാക്സിമം നമ്പർ ഓഫ് ജോയിനിങ് ടൈം 30 days ആണ്. വീണ്ടും പറയാൻ എന്താ കാരണം വെച്ചാൽ അത് കോമൺ ആയിട്ട് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം നമ്പർ ഓഫ് ജോയിനിങ് ടൈം ഈസ് 30 days. ഇനി ഇങ്ങനെ അലൗ ചെയ്ത ജോയിനിങ് ടൈം
ആ ജോയിനിങ് ടൈം കഴിഞ്ഞിട്ടും an officer failed to join at the new station. നമ്മൾ നിയമപ്രകാരം കണക്കുകൂട്ടി 8 ദിവസമാണ് ഒരു ഓഫീസർക്ക് ജോയിനിങ് ടൈം ആയിട്ട് കൊടുത്തുള്ളത്. അപ്പോൾ റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ 9th day he shall join at the new station. വേണമല്ലോ. 8 ദിവസമാണ് ജോയിനിങ് ടൈം എന്തി. ആ റിലീവ് ചെയ്ത് കഴിഞ്ഞ് ആ 8 ദിവസം കഴിഞ്ഞാൽ 9ാം ദിവസം പുതിയ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യണം. പക്ഷേ അദ്ദേഹം he failed to join at the new station on the proper time. ആ ടൈമിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. 9ലും 10ലും 11ലും ജോയിൻ ചെയ്തില്ല. അങ്ങനെ വരുമ്പോൾ that is treated as a serious offense. ഒരു കൃത്യവിലോപമായിട്ടാണ് അത് കണക്കാക്കുക. അതിന് നമ്മൾ ഓവർസ്റ്റേയർ ഓഫ് ജോയിനിങ് ടൈം എന്നാണ് പറയുക. ഓവർസ്റ്റേയർ ഓഫ് ജോയിനിങ് ടൈം. ഇത് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഓവർസ്റ്റേയർ വന്നാൽ എന്ത് ചെയ്യും? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണത്. ഓവർസ്റ്റേയർ വന്നാൽ എന്ത് ചെയ്യും? ഓവർസ്റ്റേയർ വന്നാൽ ദാറ്റ് ഷാൽ ബി ട്രീറ്റഡ് ആസ് എലിജിബിൾ ലീവ് എന്നാണ് നിയമം പറയുന്നത്. എലിജിബിൾ ലീവ്. പക്ഷേ ആ ലീവ് സാങ്ഷൻ ചെയ്യേണ്ടത് ഫ്രം ദ പ്രീവിയസ് ഓഫീസാണ്. നിങ്ങൾ അവിടുന്ന് റിലീവ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അവിടുന്ന് റിലീവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ജോയിൻ ചെയ്തിട്ടുമില്ല. ജോയിൻ ചെയ്യാൻ 4 ദിവസം വൈകി. 4 ദിവസം വൈകിട്ടാണ് വന്നത്. ജോയിൻ ചെയ്യാൻ സമ്മതിക്കില്ല. 4 ദിവസം വൈകിട്ടാണ് വന്നത്. അങ്ങനെയാവുമ്പോൾ അത് ഓവർസ്റ്റേയർ ഓഫ് ജോയിനിങ് ടൈം ആണ്. അതെങ്ങനെ റെക്ടിഫൈ ചെയ്യുക? ഇവിടെ എന്നാണോ ജോയിൻ ചെയ്യാൻ ഇനി സാധിക്കുക അതിന് കറക്റ്റ് ആക്കി റിലീവിംഗ് ഡേറ്റ് റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ ആ അവിടെ എന്നാണോ ആക്ച്വലി റിലീവ് ചെയ്തത്, എന്ന് റിലീവ് ചെയ്താലാണോ ഇവിടെ കറക്റ്റ് ആ ഡേറ്റിന് ജോയിൻ ചെയ്യാൻ പറ്റുക, അതിൻ്റെ ഇടയ്ക്ക് എത്ര ദിവസങ്ങളുണ്ടോ ആ ദിവസങ്ങൾ എലിജിബിൾ ലീവ് ആക്കി ട്രീറ്റ് ചെയ്യണം. എവിടുന്ന്? പ്രീവിയസ് ഓഫീസിൽ നിന്ന്, റിലീവ് ചെയ്യപ്പെട്ട ഓഫീസിൽ നിന്ന്. അതായത് ആ റിലീവിംഗ് ഓർഡർ ക്യാൻസൽ ചെയ്ത് അത്രയും ബാക്കി ദിവസങ്ങൾ ലീവാക്കി മാറ്റി സർവീസ് ബുക്കിൽ ലീവ് അക്കൗണ്ടിൽ അത് എൻ്റർ ചെയ്തിട്ട് വേണം പുതിയ റിലീവിംഗ് ഓർഡർ ഇട്ടിട്ട് വേണം ഇവിടെ ഈ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാൻ. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഓവർസ്റ്റേയർ ഓഫ് ജോയിനിങ് ടൈം റെക്ടിഫൈ ചെയ്യുക എന്ന് ചോദിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. ഉത്തരം ഇതാണ്: ബൈ സാങ്ഷനിങ് എലിജിബിൾ ലീവ് ഫ്രം ദ പ്രീവിയസ് ഓഫീസ്. ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഓഫീസിലേക്കല്ല, പ്രീവിയസ് ഓഫീസിൽ വെച്ച് എന്ത് ചെയ്യണം? അത് എത്ര ഡേയ്സ് ആണോ കൂടിയത് അത്രയും ഡേയ്സ് എലിജിബിൾ ലീവ് ആക്കി മാറ്റണം. അതാണ് ഓവർസ്റ്റേയർ ഓഫ് ജോയിനിങ് ടൈം എന്ന് പറഞ്ഞാൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജോയിനിങ് ടൈമുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരുവിധം ജോയിനിങ് ടൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും എക്സാമിന് ചോദിക്കപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ അതിൻ്റെ പോയിന്റ്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.